ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈവക്കുട്ടീനെ ഒന്ന് മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ് പോയപ്പോൾ തന്നെ അവർ കുറേ ഹെയർ സ്റ്റൈൽസ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ടി വിയിൽ. ഏതാ വേണ്ടതെന്ന് വിചാരിച്ചാൽ അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈവക്കുട്ടീൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അവളൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തന്നു. അത് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവളുടെ മുടി വെട്ടിയിട്ട് കുറേ നാളായി നമ്മൾ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു. മുടി മുറിക്കാലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൾ സമ്മതിക്കുന്നേ ഉണ്ടായില്ല. കാരണം വലിയ മുടി വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളും പറയാൻ നിന്നില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം അവൾ എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് ചെറിയ മുടി മതിയല്ലോ, വലിയ മുടി വേണ്ട, നമുക്ക് ഹെയർ കട്ടിന് പോയാലോ എന്ന്. അങ്ങനെയാണ് നമ്മൾ നേരെ പോയിട്ടുണ്ടായത്. ഇവിടെ UAE-യിലുള്ള മിക്ക ആൾക്കാരും കുട്ടികൾക്ക് മുടി വെട്ടാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് അലാദിൻ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഷാർജ മുവൈല നെസ്റ്റോൻ്റെ അകത്തുള്ള അലാദിൻ ബ്രാഞ്ചിലേക്കാണ് പോയിട്ടുണ്ടായത്. നല്ല അടിപൊളി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു. മാത്രമല്ല ഈവക്കുട്ടിക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മുടി വെട്ടാൻ വേണ്ടി. കുറേ നാളിന് ശേഷം പോകുന്നതായതുകൊണ്ട് അതിൻ്റെ ആ ഒരു സന്തോഷം ഫേസിൽ കാണാനും മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് ഈവക്കുട്ടിയുടെ മുടി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായത് ദുബായിൽ ലുലുവിൻ്റെ അകത്തുള്ള ഏതോ ഒരു അലാദിൻ ബ്രാഞ്ചിലായിരുന്നു. അവിടെ ഈ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് കാറ് പോലത്തെ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അതായത് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്കും കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്ന വിധത്തിലായിരുന്നു ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം. പക്ഷേ ഇവിടെ നോർമൽ സീറ്റ്സ് തന്നെ ആയിരുന്നു. പിന്നെ ഓരോ സീറ്റ്സിൻ്റെ ഫ്രണ്ടിലും TV വെച്ചിട്ടുണ്ടാവും. അതിൽ കാർട്ടൂൺ ഇട്ട് കൊടുക്കും. ഏതാ വേണ്ടതെന്ന് വിചാരിച്ചാൽ അധികം കോക്കോമെലനാണ് വെച്ചിട്ട് കാണുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കും ആ ഒരു ടൈം പോകുന്നത് അറിയത്തേ ഇല്ല. ഈവക്കുട്ടിയാണെങ്കിൽ പണ്ട് മുതലേ മുടി വെട്ടാൻ വേണ്ടി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. കുറേ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരിക്കും, തലനേർക്ക് കാണിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കെല്ലാം ഈ ഒരു കാറിൻ്റെ സീറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ ഈ TV ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. ഇവിടെ ഒരു പ്രാവശ്യം മുടി വെട്ടാൻ വേണ്ടിയിട്ട് 35 ദിറമാണ് വരുന്നത്. അലാദിൻ്റെ ഈ ഒരു കാർഡ് പോലെ തരും. അവിടെ 7 ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8ാമത്തെ ഹെയർ കട്ട് ഫ്രീ ആണ്. അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ പോയി ഹെയർ കട്ട് ചെയ്യുമ്പോൾ അവർ പിന്ന് ചെയ്യും. എന്നിട്ടാണ് ഈ ഒരു ഫ്രീ ഹെയർ കട്ട് നമുക്ക് കിട്ടുന്നത്. ആകെയുള്ള ഒരൊറ്റ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ ഈ അലാദിൻ്റെ ഏത് ഔട്ട്ലെറ്റിലായാലും ഏത് ബ്രാഞ്ചിലായാലും ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യലൂ, കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സാധാരണ ഈ ഒരു സലൂണിൽ നമ്മൾ മുന്നേ വന്നപ്പോഴെല്ലാം ഭയങ്കര ക്യൂ ആയിരുന്നു. കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെയാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സീറ്റിൽ കയറി ഇരിക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ടതിന് ശേഷം മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ കുറച്ച് വലിയ മുടി ആയതുകൊണ്ട് കുറേ നാളായല്ലോ അതിൽ തന്നെ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് മുടി ഷോർട്ട് ചെയ്തപ്പം ആളാകെ മാറിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഫേസ് തന്നെ മാറിയ പോലെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കുട്ടിത്തം വന്ന പോലെ തോന്നി, ചെറിയതായ പോലെ തോന്നി. സാധാരണ വലിയ ആൾക്കാരൊക്കെ മുടി വെട്ടിയാലൊക്കെ എല്ലാവരും പറയില്ലേ, ഓ ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ ഇതെന്ന്. അപ്പോൾ അതേ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ 5 വയസ്സ് കുറഞ്ഞ പോലെ എന്ന് പറയാനും പറ്റില്ല. കാരണം അവൾക്ക് ആകെ 5 വയസ്സേ ആയിട്ടുള്ളൂ. ആ സമ്മർ സീസൺ വന്നപ്പോൾ തന്നെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പോൾ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് വെട്ടണമെന്ന് തോന്നിയിട്ടുണ്ടായത്. അപ്പം ആർക്കും ഒരു ചേഞ്ച് ആർക്കാണല്ലേ ഇഷ്ടപ്പെടാത്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുടി വെട്ടുന്ന കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളുടെ ഫേസിൽ കുറേ എക്സ്പ്രഷൻസ് ഉണ്ടാകും. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫുൾ നവരസങ്ങൾ മൊത്തം വരുന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് വീഡിയോ ആയിരുന്നു അത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഒരു ടൈം കുറച്ച് വലിയ വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴല്ല, ഇനി ഇവളൊക്കെ വലിയതായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോസൊക്കെ നമ്മൾ ബാക്കോട്ട് അടിച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിങ്, എന്താ പറയുക, ആ ഓർമ്മകളൊക്കെ ഒരു പുതുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അതുകൊണ്ട് പറ്റുന്ന എല്ലാ ഓരോരോ സ്പെഷ്യൽ മൊമെൻറ്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അതെപ്പോഴും ഒരു ഫോർ എവർ മെമ്മറി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് നിൽക്കുമല്ലോ.
എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ഇവൾക്ക് ഈ ഒരു കട്ട് ഇഷ്ടപ്പെടുന്നില്ലേന്ന്. കാരണം സംഭവം അവൾ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ചിലപ്പോഴേ എക്സ്പ്രഷൻ മാറുമ്പോഴേ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അല്ലേ കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ തംസപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ തംസപ്പ് പറയുന്നുണ്ട്. അവൾ സൂപ്പർ ഹാപ്പിയാണ്, അതല്ലേ നമുക്ക് വേണ്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. വീണ്ടും അടുത്തൊരു വ്ളോഗിൽ അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.